ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടി. എന്റെ ചേട്ടാ, 2 മനുഷ്യരുടെ ജീവൻ പോകാൻ നമുക്കിവിടെ എത്തിക്കാൻ പറ്റിയില്ലേ? അതാണ്. ഈ അഡ്രസ്സും കോപ്പും ഒക്കെ എഴുതി കൊടുത്ത തലവേദനയാവോ? അങ്ങനെ അങ്ങ് പേടിച്ചാലും അതൊക്കെ പോട്ടെ. എന്തായാലും നമ്മളിന്ന് കണ്ട് പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു 2 അടിച്ചാൽ അത് കൊള്ളാം. ആയിക്കോട്ടെ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കണ്ടിട്ട് നല്ല കത്തിയാന്ന് തോന്നുന്നു. എന്ത് കത്തി? നല്ല സാധനം കണ്ട പൈസ കൊടുക്കണം. നമുക്ക് ഷെയർ ഇടാന്നേ. പൈസ ഞാൻ കൊടുത്തോളാം. സന്തോഷം. എന്നാ നിങ്ങൾ തന്നെ ഓർഡർ ചെയ്തു. ചേട്ടാ, ഇത് ജന്മന ഇങ്ങനെ കഷന്റെ ആണോ? അത് പാരമ്പര്യമായിട്ടുള്ള. പാരമ്പര്യ ഒരു വിക്കൊക്കെ വെക്കാം, ചെറുപ്പാവും. ഭാര്യ മിണ്ടല്ലേ? ഹലോ, അതെ, ഞാൻ വന്നോണ്ടിരിക്കുക. പച്ചക്കറിയൊക്കെ മേടിച്ചു. ഇപ്പൊ എത്തും കേട്ടോ, ഇപ്പൊ എത്തും. ഭാര്യ പച്ചക്കറി സാധനമൊക്കെ പോയില്ലേ? ഭാര്യ വാ വാ, ഇതാര്? വരൂ വരൂ, ഇരിക്കെ. ഇന്നെന്താ താമസിച്ചത്? നമുക്ക് തുടങ്ങാം. ഇതങ്ങടിക്ക്, എനിക്കൊരെണ്ണം ഒഴിക്ക്. ഓ, ഒന്നും മനസ്സിലായില്ലല്ലേ? ഇവൻ ജോണി. അടി. ഇത് ഞാൻ എടുക്കുവാണേ. ഒന്നും മനസ്സിലായില്ലല്ലേ? ഇല്ല. ഇവൻ ജോണി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. മദ്യപിക്കും എന്റെ കൂടെ ഉണ്ടാവും. ആ ജോണി, ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ഗോപൻ, അത് ആൻഡോ. ഒന്നുകൂടെ ഒഴിയണോ? മതി 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 മതി. ഇതടി, ഒന്നുകൂടെ ഒഴിക്കും. എടുത്തോട്ടെ. താങ്ക് യു. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? സത്യ. ആ ജോണി, ടച്ചിങ്സ് എന്തായാലും വേണോ? ആൻഡോ, ടച്ചിങ്സ് പറയൂ. എന്താ? ബീഫോ? ആഹാ, ബീഫ് ഫ്രൈ. എങ്ങനെ? ജോണിയും ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണോ? അതും നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. 1 തീയതി രാത്രി 12 മണിക്ക് തുടങ്ങിയ ബന്ധ. ഞാൻ ജോണി. ഒഴിക്ക്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ ഇറങ്ങാം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എനിക്കൊരു മീറ്റിംഗ്. ഓരോന്നും അടിച്ചിട്ട് പോവാന്നേ. കമ്പനി ഉണ്ടല്ലോ, നിങ്ങൾ 2 പേരും കൂടെ അങ്ങ് തീർത്തു. എന്നാ പിന്നെ ജോണി, നമുക്ക് ഓരോന്നും അടിക്കാം. ആൻറ്റോ, ആ ബില്ല് കൊടുത്തേക്കണേ. ഇടയ്ക്ക് വിളിക്കണം. ആൻറ്റോ ബെസ്റ്റ് പയ്യനാ. അപ്പോഴേ ഞാൻ പറഞ്ഞ ഷട്ടർ കാണാതെ. അപ്പൊ അവൻ്റെ ഒരു കോൺജറിങ് തേങ്ങാക്കൊല. അതിന് ടിക്കറ്റ് കിട്ടാത്തുണ്ടല്ലോ സാറേ, ബാക്കിയും കൂടെ കാണായിരുന്നു.
ഷോ ആയിരുന്നേ പേടിച്ച് ഊപ്പാട് വന്നേനെ. ഇതിപ്പോ മാറ്റിനി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. മേലെ പ്രേതപ്പടം കാണാൻ എന്നെ വിളിക്കരുത്. ലൈറ്റ് ഓഫ് ചെയ്ത തിയേറ്ററിനകത്ത് എന്ത് സെക്രട്ടറി എന്ത് മാറ്റി ഞാൻ പറയുന്നത് കേട്ടാ മതി. പിന്നെ ഒരു പ്രേതപ്പടം കണ്ടിട്ട് പകൽ ഇതുപോലെ തിരക്കുള്ള റോഡിലേക്ക് ഇറക്കുന്നതും സെക്കൻഡ് ഷോ കണ്ടിട്ട് നമ്മൾ പാതിരാത്രിക്ക് ആരുമില്ലാത്ത റോഡിലൂടെ പോകുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതാ ഞാൻ പറഞ്ഞു. എടി എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഫ്രോഡാണെന്ന്. അതിന് നിനക്ക് ഗിരീഷിനെ അറിയോ? ഞാനെന്തിനാ അറിയുന്നേ? എന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കാര്യോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എടി ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. അതെ, ഒരു ഭീകര അറിയിപ്പുണ്ട്. ഇന്ന് രാത്രി റൂം നമ്പർ 13 നടക്കുന്ന ഓജോ ബോർഡ് മാമാങ്കത്തിൽ പ്രേതപ്രീതിക്കായി മെഴുതിരികളുമായി കൃത്യസമയത്ത് എല്ലാവരും എത്തണം. ഹലോ ജോസേ, മോൾ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാ. കുറച്ച് ക്യാഷ് വേണമായിരുന്നു. തന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. വാടക തരാതെ താമസിക്കുന്ന പോരാ, പിന്നെ ക്യാഷോ? ഒറ്റ ആഴ്ച തരും. അതിനുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ജോസേ, നീ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പോണോന്ന് പറഞ്ഞ ഞാനിതെല്ലാം കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. പണി അറിയാവുന്ന ഒരുത്തന്നെ എവിടെ നിന്ന് പൊക്കാനാ? എന്നാലും ആ ഗർഭിണി പെണ്ണിനെ ഒറ്റക്കാക്കിയിട്ട് ആ തള്ള എന്ത് പരിപാടിയാ കാണിച്ചത്? ഇക്ക, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. നല്ല വയറ്റുവേദന ഉണ്ടല്ലേ? കുത്തലിന് ഭേദം വയറുവേദനയാ. ചെറിയ പനിയുണ്ട്. മാതാ, നീ ലീവ് എടുക്ക്. ലീവൊന്നും വേണ്ട. ഇതൊന്നും അടിച്ചാൽ മതി. തേവരെ കുറച്ച് വെള്ളം എടുത്ത്. ഇതടിച്ചാൽ ഈ പനിയും തൂറ്റിലൊക്കെ പമ്പ കിടക്കും. പിന്നെ ഇതിട്ടൊരു ആവിയും കൂടി കൊണ്ടാ എല്ലാം ഓക്കെ ആവും. നിർത്തടാ. ഇത് പിടിച്ചോ. ഓ, നീ വരണ്ട. ആ, രായൻ എന്തി? അണ്ണൻ ഇവിടെ ഇല്ല. ആഹാ, അപ്പൊ പലിശ അണ്ണൻ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. ഹലോ, മതിയായില്ലേ നിങ്ങൾക്ക്? വീട്ടിൽ അമ്മ എന്തോ കൊണ്ട് പേടിച്ചു. ദേ ഇപ്പൊ പിച്ചും പറഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഹങ്കാരം കാരണം ഞാൻ അനുഭവിക്കുന്നത്. ലേഖയെ മാത്രമൊന്നും പറയണ്ട. എന്തെങ്കിലും വെച്ച് തന്ന് ഒറ്റയ്ക്ക് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. ഞാൻ ഓഫീസിൽ നേരെ വീട്ടിലേക്ക് പോകും.